കുറച്ച് ദിവസമായിട്ട് ഉണ്ടാക്കണം കഴിക്കണം എന്ന് വിചാരിച്ച് കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കി കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. അപ്പം ഞാൻ കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഇന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്തു കേട്ടോ. ശരിക്കും എവിടെയൊക്കെയോ എന്തൊക്കെയോ ഫ്ലോപ്പാണ്, എന്നാലും കുഴപ്പമില്ല, കഴിക്കാനൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മളൊരു ഐസ്ക്രീം ആക്കി എടുക്കുന്നുണ്ട്. എപ്പോഴത്തെയും പോലെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുത്തു. വീണ്ടും ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഒരു ഫ്ലേവർ ആട്ടോ കൊണ്ടുവരുന്നത്. ഓറിയോ ബിസ്ക്കറ്റ് പേഴ്സണലി എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ്, എന്നാലും ഐസ്ക്രീം ആക്കിയിട്ട് കഴിക്കാൻ എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതുപോലത്തെ ഒരു ഐസ്ക്രീം ബോക്സാണ് കുറച്ചും കൂടി നല്ലത് എന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഐസ്ക്രീം ബോക്സ് തന്നെ എടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് മേലെ ഗാർണിഷിങ് ഇട്ട് കൊടുത്ത് ഒരു ഡേ ഫുള്ളായിട്ട് ഞാൻ വെച്ചു കേട്ടോ. ആ ഐസ്ക്രീം ഫ്രിഡ്ജിലുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊന്നും സമാധാനം ഉണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, അവരെ സമാധാനം പോയാലും എനിക്ക് നാളെ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കി കഴിക്കണം എന്നുള്ളത് കൊണ്ട് ഞാനത് ആരെയും തൊടാനേ വിട്ടില്ല. പിറ്റേ ദിവസം ഞാൻ ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് മൈദയും കൂടി ഇട്ട് ആവശ്യത്തിന് മധുരം, ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇനി ഒരു പാൻ വെക്കാം, മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു കുഞ്ഞു പാൻ കേക്ക് ചുട്ടെടുക്കാം. പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേക കഴിവൊന്നും വേണ്ട കേട്ടോ. എൻ്റെ ബാറ്റർ കുറച്ചൊന്ന് ലൂസായിരുന്നു, ഞാൻ ആരും കാണാതെ കുറച്ചും കൂടി മൈദ ഇട്ടിട്ട് കുറച്ചൊന്ന് തിക്കാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ചുട്ട് വെച്ച പാൻ കേക്ക് അട്ടിയായിട്ട് വെച്ചോ. അതിന് മുകളിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചിട്ട് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ ഐസ്ക്രീം സെറ്റായിട്ടുണ്ട്, അതും കൂടി ഒരു സ്കൂപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ സംഭവം സെറ്റായിട്ടോ. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് ഒരു ഡയറി മിൽക്കിൻ്റെ പീസ്. അപ്പം എങ്ങനെ ഉണ്ടാക്കുമല്ലേ?